everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 6th lecture on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we have concluded about kinds of capital asset, and in this lecture, we are going to discuss about transfer of capital asset, which comes under section 2 subsection 47 of Income Tax Act 1961. Transfer of capital asset. Capital gain is taxed only if there is a transfer of capital asset. നമ്മൾ capital gain പഠിച്ചപ്പോൾ പറഞ്ഞതാണ് capital gain tax ചെയ്യണമെങ്കിൽ there should be a transfer of capital asset. Transfer in relation to a capital asset includes capital asset related ആയിട്ട് വരുന്ന transfer. It includes, and the first one is the sale, exchange or relinquishment of the asset. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. സെയിൽ ഹാപ്പൻസ് വെൻ ടൈറ്റിൽ ഇൻ ദ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ഫോർ എ കൺസിഡറേഷൻ. അതായത് ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കുള്ള ഓണർഷിപ്പ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫോർ എ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ റിസീവ് ചെയ്തുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മളുടെ ഓണർഷിപ്പ് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയിലുള്ളത്. ക്ലിയർ? And then exchange. An exchange takes place when the title in a property is transferred for a title in another property. അതായത് ഒരു പ്രോപ്പർട്ടിയിലുള്ള നമ്മളുടെ ഓണർഷിപ്പ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫോർ അക്വയറിങ് ഓണർഷിപ്പ് ഇൻ അനദർ പ്രോപ്പർട്ടി. മറ്റൊരു പ്രോപ്പർട്ടിയിലുള്ള ഓണർഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എക്സ്ചേഞ്ച്. ഓക്കെ. And then relinquishment means surrendering the rights in a property in favor of another one. ഒരു പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ്സ് ഇറ്റ് ഈസ് സറണ്ടറിങ് ഇൻ ഫേവർ ഓഫ് അനദർ വൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മിസ്റ്റർ എക്സിന് ഒരു കമ്പനി 100 റൈറ്റ് ഷെയർസ് അലോട്ട് ചെയ്യുകയാണ്. ദെൻ ഈ എക്സ് ഈ റൈറ്റ് ഷെയർസിൻ്റെ ഈ റൈറ്റ് ഹി ഈസ് ട്രാൻസ്ഫറിങ് ടു മിസ്റ്റർ വൈക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ that is a relinquishment. Okay. And the second one is the extinguishment of any rights therein. അതായത് ഒരു ക്യാപിറ്റൽ അസറ്റിലുള്ള റൈറ്റ്സിൻ്റെ എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ്. അതായത് എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് മീൻസ് ഡിസ്ട്രക്ഷൻ, അനിഹിലേഷൻ, എക്സ്റ്റിങ്ഷൻ, ടെർമിനേഷൻ, സീസേഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് റൈറ്റ്സ്. ഒരു ക്യാപിറ്റൽ അസറ്റിലുള്ള റൈറ്റ്സ് ക്യാൻസൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അനിഹിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ. ഇറ്റ് ഈസ് ദ എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ്. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഇറ്റ്സ് കമ്പൽസറി അക്വിസിഷൻ അണ്ടർ എനി ലോ. അതായത് ഏതെങ്കിലും ഒരു ലോയുടെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് ദീസ് ക്യാപിറ്റൽ അസറ്റ്സ് ആർ കമ്പൽസറി അക്വയർഡ്. Okay. And the fourth one is where the asset is converted by the owner into stock in trade of a business carried on by him. It means that an assessee starts the business of buying and selling of capital assets. Capital assetsൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും ആ ഒരു ബിസിനസ് അസസി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ അസറ്റ് കൺവേർട്ട് ചെയ്ത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തുന്ന ആൾ ആ ഒരു ബിൽഡിങ്ങിലാണ് നടത്തുന്നത്. ദെൻ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റാണ്. ഓക്കെ. ആ ടെക്സ്റ്റൈൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത് വരെയും ബിൽഡിംഗ് ക്യാപിറ്റൽ അസറ്റാണ്. പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് ആ ഒരു ബിസിനസ് ഈ അസസി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറും. ഓക്കെ. ക്ലിയർ? ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ദ മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് എ സീറോ കൂപ്പൺ ബോണ്ട്. ഒരു സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ മെച്യൂരിറ്റിയോ ഓർ റിഡംഷൻ, അതായത് മെച്യൂരിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും, സീറോ കൂപ്പൺ ബോണ്ട് റിഡീം ചെയ്യും. ഓക്കെ. ദെൻ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൾസോ റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ദെൻ കൺവേർഷൻ ഓഫ് എ ബിസിനസ് ഇൻ ടു എ ലിമിറ്റഡ് കമ്പനി. ഒരു ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്ത് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റുന്നു. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ആൻഡ് ദ സെവൻത്ത് വൺ ഇസ് any transaction involving the allowing of the possession of any immovable property to be taken or retained in part, performance of a contract of the nature referred to in the Transfer of Property Act 1982. Means that ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ
The act of giving that possession of an immobile property. Okay. And the contract is of the nature referred to in the Transfer of Property Act 1982. Transfer of Property Act 1982-ൽ റെഫർ ചെയ്തിരിക്കുന്ന നേച്ചറുള്ള കോൺട്രാക്റ്റ് ആയിരിക്കണം ഇത്. Okay. Then the eighth one is any transaction, whether by way of becoming a member of or acquiring shares in a cooperative society, a company, etc., which has the effect of transferring the enjoyment of any immobile property. It means that a transaction which has the effect of transferring the enjoyment of any immobile property, അതായത് ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ്സ്, ആ റൈറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റ് ഉള്ള ട്രാൻസാക്ഷൻ. ആൻഡ് ദിസ് ട്രാൻസാക്ഷൻ ഇസ് പെർഫോംഡ് ബൈ വേ ഓഫ് ബിക്കമിങ് എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എ കമ്പനി ഓർ അക്വയറിംഗ് ദ ഷെയർസ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എ കമ്പനി. അതായത് ഈ ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ കമ്പനിയുടെയോ മെമ്പറായി മാറുന്നു. ഓക്കെ. ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ കമ്പനിയുടെയോ ഷെയർസ് അക്വയർ ചെയ്യുന്നു. ദെൻ അങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ കമ്പനിയുടെയോ മെമ്പർ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഷെയർസ് അക്വയർ ചെയ്തുകൊണ്ടോ ഈ ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യുന്നു. ആൻഡ് ദിസ് ട്രാൻസാക്ഷൻ ഹാസ് ദ ഇഫക്റ്റ് ഓഫ് ട്രാൻസ്ഫറിങ് ദ എൻജോയ്മെൻറ്റ് ഓഫ് എനി ഇമ്മോബിൾ പ്രോപ്പർട്ടി. ഓക്കെ. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ഇൻ ഇമ്മോബിൾ പ്രോപ്പർട്ടീസ് ത്രൂ ദ മീഡിയം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കമ്പനീസ്, എക്സെട്ര. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ കമ്പനിയുടെയോ ഒക്കെ മീഡിയമായി യൂസ് ചെയ്തുകൊണ്ട് ഈ ഇമ്മോബിൾ പ്രോപ്പർട്ടീസിൻ്റെ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ? ദ ബാലൻസ് ഓഫ് ദിസ് ടോപ്പിക് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.